ഗുഡ് മോർണിംഗ്. കൊച്ചുവായിൽ ഞാൻ വലിയ വർത്താനം പറയുക. ക്വാറന്റൈനിൽ കിടന്ന ഒരു പ്രവാസി തിരികെ വീട്ടിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? തന്റെ കൂട്ടിൽ കിടന്ന പക്ഷിയെ പറത്തി വിട്ടു. ബന്ധനം സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും അത് ബന്ധനം തന്നെയാണ്. നമുക്ക് പ്രത്യാശയോടെ ഈ കോവിഡിനെ അതിജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ മുമ്പാകെയാണ് നാം നിൽക്കുന്നത്, അറിയാത്തവന്റെ സന്നദ്ധയിലല്ല. ഇത് കേട്ട് ഒരു കുഞ്ഞു മകൻ ഓടി കർത്താവിന്റെ അടുത്തെത്തി. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിനക്കൊരു ഹൃദയമുണ്ടെന്നും ആ ഹൃദയം ഇടിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്ന് കേൾക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ ഇങ്ങ് അടുത്ത് വാ. ആ മകൻ ഓടിച്ചെന്ന് കർത്താവിൻ്റെ മടിയിലിരുന്നു. എന്നിട്ട് ചെവി നെഞ്ചോട് ചേർത്തു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ പറ്റിക്കുകയാണോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ മാനവേ, എൻ്റെ ഹൃദയം ഇടിക്കുന്നത് എൻ്റെ നെഞ്ചിലല്ല, നിന്റെ സഹോദരൻ്റെ നെഞ്ചിലാ. ആ നെഞ്ചിലെ വേദനയുടെ നീറ്റലും സന്തോഷത്തിൻ്റെ നീർച്ചാലുകളും നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ താളവും നിനക്ക് കേൾക്കാൻ പറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ.